ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൻ്റെ ഒരു ടൈമിലായിരുന്നു ഞാൻ ഈ ചാനൽ അവസാനമായിട്ട് അപ്ലോഡിങ്സ് ഒക്കെ നിർത്തിയത്. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ദ വൺ തിങ് ഈസ് ആക്ച്വലി വിശ്രമം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോയി, ഓർഡർ തെറ്റിപ്പോയി. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പഠനം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിനോദം. മൂന്നാമത്തെ കാര്യം വിശ്രമം. പഠനം, വിനോദം, വിശ്രമം. ഇപ്പോൾ ആദ്യം ഞാൻ പഠനത്തെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് പഠനം? പഠനം എന്ന് പറഞ്ഞാൽ സ്കൂളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, അല്ലെങ്കിൽ സോഷ്യലായിട്ട് ആളുകൾ പറയുന്നത് നമുക്ക് കേട്ടിട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. പഠനം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഇപ്പം ജസ്റ്റ് ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഒരു ബുക്ക് വായിക്കുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും, നമ്മുടെ വൊക്കാബുലറി, അതായത് നമ്മൾ പദങ്ങളൊക്കെ നന്നായി സംസാരിക്കാൻ കഴിയും. അത് മലയാളത്തിൽ ബുക്ക് വായിക്കുന്നത് നമ്മൾ മലയാളത്തിൽ ഒരുപാട് അക്ഷരങ്ങൾ നമ്മൾ അറിയുന്നത് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ മലയാളം ലാംഗ്വേജ് നമുക്ക് കറക്റ്റായിട്ട് പറയാനും എഴുതാനും കഴിയും. അത് ബുക്ക് വായിക്കുന്നതുകൊണ്ടൊരു ഗുണമാണ്, മലയാളം ബുക്ക് വായിക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷും അതുപോലെ തന്നെയാണ്. ബുക്ക് വായിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നമ്മുടെ ബുക്ക് വായിക്കുന്നത് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടും, അതുപോലെ തന്നെ നമ്മുടെ ഭാവന കൂടും, ഇമാജിനേഷൻ കൂടും. അതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ ധാരണകൾ, കാഴ്ചപ്പാടുകളൊക്കെ ബുക്ക് വായിക്കുന്നത് വഴി ഉണ്ടാകാൻ പറ്റും. അപ്പോൾ ബുക്ക് വായിക്കുന്നത് വെച്ചാൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. നമ്മുടെ മൈൻഡ് എക്സ്പാൻഡ് ചെയ്യും, നമ്മുടെ മനസ്സ് വികസിക്കും. ബുക്ക് വായിക്കണം, അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ പഠനം എന്ന് പറഞ്ഞാൽ അത് ബുക്ക് വായന മാത്രമല്ല, പലതരം കാര്യങ്ങൾ. എപ്പോൾ പറയുകയാണെങ്കിലും സ്കൂളിൽ എടുക്കുന്ന ബുക്സ് അല്ല ഞാൻ പറയുന്നത്, പുറത്തുനിന്ന് ഒരുപാട് ബുക്സുകൾ ലൈബ്രറിയിൽ നിന്ന് വായിക്കാൻ പറ്റും. ഈവൻ നമുക്ക് ലൈബ്രറിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വെബ്സൈറ്റ്സ് ഉണ്ട്. വെബ്സൈറ്റ്സിൽ നമുക്ക് ഒരുപാടധികം കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റും. ഇപ്പോൾ അത് പോട്ടെ, നമുക്ക് യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ ലിസൺ ചെയ്യാൻ പറ്റും, കേൾക്കാൻ പറ്റും. അതുപോട്ടെ, നമുക്ക് ഓഡിയോ ബുക്സ് ഉണ്ട്. നമുക്ക് ഇന്ന് ടെക്നോളജി അഡ്വാൻസ്ഡ്, വെരി വെരി പീക്ക്ലി അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് ഓഡിയോ ബുക്ക് ഉണ്ട്, നമുക്ക് ആക്ച്വലി യൂട്യൂബ് ഉണ്ട്, ആൻഡ് നമുക്ക് ബുക്സുകൾ, നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് കോണ്ടൻറ്റ് വായിക്കാൻ പറ്റും. ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ChatGPT ഉണ്ട്, ക്ലോഡ് ഉണ്ട്. 2 ബിഗ് AI സിസ്റ്റംസ് ആണ്. ChatGPTയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാൻ പറ്റും, നമുക്ക് എന്ത് ഇമേജ് വേണമെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലീഗലായിട്ടുള്ള എന്തും അവിടെ നടക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ChatGPT ഈസ് വെരി എഫക്റ്റീവാണ്. നമുക്കിപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്കൂളിലൊരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, എനിക്ക് ബഹിരാകാശത്തിൽ പോകണം, അങ്ങനെ ഒരു ആസ്ട്രോണറ്റ് ആവാനാണ് ആഗ്രഹം. പക്ഷേ അതിൻ്റെ പേരൊന്നും അവന് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ അതിന് ഞാൻ +1 ഏത് വിഷയമാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്ന് അവനറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ജസ്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു എങ്ങനെ സെർച്ച് ചെയ്യും? അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്യുന്നു, എന്നിട്ട് അങ്ങനെ ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്യും, അങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ അവനതൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ChatGPT എന്ന് പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ കൂടെ ChatGPTയിൽ ആക്ച്വലി മലയാളത്തിൽ നമുക്ക് മംഗ്ലീഷ് കീബോർഡ് വെച്ചിട്ട് എഴുതിയിട്ട് അതിന് ഉത്തരം കിട്ടാവുന്ന ഫെസിലിറ്റി ഉണ്ട്. അതാണ് ChatGPT അത്രയും വികസിച്ച് കഴിഞ്ഞു. അല്ലെങ്കിൽ ChatGPTയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് ChatGPTയിൽ നമുക്ക് നമ്മുടെ മലയാളത്തിൽ പ്രോംപ്റ്റ് നമുക്ക് മലയാളത്തിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം കിട്ടും. അതായത് ഇപ്പോൾ അവനിപ്പോൾ ChatGPTയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. മേ ബി അങ്ങനെ ആൾക്കാർ അറിഞ്ഞ് തുടങ്ങണം. ടെക്നോളജി ഇത്തിരി അഡ്വാൻസ്ഡ് ആണ്. ChatGPT ഉണ്ട്, ക്ലൗഡ് ഉണ്ട്, പലതരം AI സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് നമ്മുടെ എന്ത് ചോദ്യമാണെങ്കിലും, ഇപ്പോൾ ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ കടക്കുന്ന സമയത്ത് ചെരിഞ്ഞ് കിടന്നാൽ അല്ലെങ്കിൽ മലർന്ന് കിടന്നാൽ ഹേർട്ടിന് പ്രോബ്ലം ഉണ്ടാവും. നമുക്ക് ChatGPTയോട് ആ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT ഉത്തരം പറയും. ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ആക്ച്വലി നിസ്സഹായരാവേണ്ട ആവശ്യമില്ല. നമുക്ക് സഹായത്തിന് ആൾക്കാരുണ്ട്. അതിനാണ് ഈ ടെക്നോളജി. അത് നമുക്ക് ഡാറ്റ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് നമുക്ക് അതിനോട് ചോദിക്കാൻ പറ്റും. ആൻഡ് അതുപോലെ ഹ്യൂജ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ChatGPTയോട് പലതരം, ഇപ്പോൾ ഒരു പഠനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ജിജ്ഞാസയാണ്. അപ്പോൾ നമുക്ക് ജിജ്ഞാസ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്ക് ബഹിരാകാശത്തെക്കുറിച്ച് വളരെയധികം ജിജ്ഞാസയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു എന്താണ് നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ രാത്രി ആകാശത്ത് നോക്കുന്ന സമയം നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് തിളങ്ങുന്നത്? എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ആരോട് ചോദിച്ചാലും എനിക്ക് അവർ ഉത്തരം നൽകില്ല. പക്ഷേ കോസ്മോളജി പഠിച്ചിട്ടുള്ള പല ആൾക്കാരുടെയും അറിവ് ChatGPTയുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കോണ്ടൻറ്റ് ChatGPT, ആ ഡാറ്റ ChatGPTയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ChatGPT ചോദിച്ചാൽ ChatGPT കറക്റ്റായിട്ട് അതിനോട് ഉത്തരം പറയും. ChatGPT എന്ത് ചെയ്യും? ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം നല്ല വിശകലനം ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ എന്നോട് പറയും. അതാണ് ChatGPTയുടെ പവർ. നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവണം. നമുക്ക് ആക്ച്വലി തോന്നണം, എന്തുകൊണ്ട് പെൺകുട്ടികൾ അങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഇന്നോട് ഇങ്ങനെ പെരുമാറി, എന്തുകൊണ്ട് ആകാശത്തിൽ ഇത്ര ചന്ദ്രൻ ഇങ്ങനെ ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട്, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം. ക്യൂരിയോസിറ്റിയാണ് പഠനത്തിൻ്റെ തുടക്കം. നമുക്ക് പുറമേ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ മനുഷ്യരാണെങ്കിൽ നമുക്ക് എന്തായാലും ജിജ്ഞാസ ഉണ്ടാവും, ഓരോ കാര്യത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ. ആ ജിജ്ഞാസയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. അവിടെയാണ് പഠനം. ഇപ്പോൾ പഠനം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഡിപ്പെൻഡ് ചെയ്ത് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഒന്നുമല്ല. ആൽബർട്ട് ഐൻസ്റ്റീന് ഫിസിക്സ് പഠിക്കാനുള്ളത് ആ ഒരു ക്യൂരിയോസിറ്റി കാരണമാണ്. ആക്ച്വലി ഐസക് ന്യൂട്ടൺ ആപ്പിൾ വീണ സമയത്താണ് ക്യൂരിയോസിറ്റി. അല്ല, ഐൻസ്റ്റീൻ ഒരിക്കലും ഒരു ഫിസിക്സ്റ്റ് അല്ലെങ്കിൽ വലിയൊരു ശാസ്ത്രജ്ഞന് വെറുതെ ഫിസിക്സ് പഠിച്ചിട്ട് ആയതല്ല. ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തുകൊണ്ട് ആപ്പിൾ അടിയിലേക്ക് വീണു. അതുപോലെ തന്നെയാണ് ആക്ച്വലി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങണം. നമ്മുടെ ജിജ്ഞാസ പിന്നാലെ പോകണം, നമ്മൾ ജിജ്ഞാസയെ പിന്തുടരണം.
അപ്പോഴത് പഠനമാവുള്ളൂ. അപ്പോൾ അല്ലാതെ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചോൻ പാടില്ല. പഠനം എന്ന് പറഞ്ഞാൽ സ്കൂളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഔട്ട് സൈഡ് നമ്മൾ പഠിക്കണം. ബിസിനസ്സിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് കുറച്ച് തിയറിയൊക്കെ യൂട്യൂബിൽ നിന്നും അതിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഏകദേശം കുറച്ച് ബേസിക്സും ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ തിയറീസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ChatGPT യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്ക് അങ്ങനെ പഠനത്തിന് വേണ്ടിയിട്ടും പലതരം റിസോഴ്സുകളുണ്ട് നമുക്ക്. ഇപ്പോൾ പഠനത്തിന് വേണ്ടി ജിജ്ഞാസ വെച്ച് നമുക്ക് പല ക്വസ്റ്റ്യൻസ് ChatGPT ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ പുതിയൊരു കാര്യം ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കറിയില്ല ട്രാൻസ്ജെൻഡർ എന്താണ്, അപ്പോൾ ഞാൻ ജസ്റ്റ് പോയിട്ട് അതിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ചെയ്യുക. നമുക്ക് പഠിക്കാൻ പല കാര്യങ്ങളുണ്ട് നമുക്ക് ലൈഫിൽ. ഇപ്പോൾ ആളുകളുടെ ഇമോഷൻസ്, അവർ എന്തുകൊണ്ടാണ് പെരുമാറുന്നത്, ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കാനാണ് ആദ്യം പഠനം. നമ്മുടെ മൈൻഡിനെ എക്സ്പെൻഡ് ചെയ്യുക, നമ്മുടെ മൈൻഡിനെ ഷാർപ്പാക്കുക. നമ്മൾ എല്ലാ ഡേയിലും നമുക്ക് വളർച്ച എന്നുള്ള സംഭവമുണ്ട്. വളർച്ച ഉണ്ടാകുന്നത് പഠനത്തിലൂടെയൊക്കെ തന്നെയാണ്. പഠനം അതിലൊരു പാർട്ടാണ്. നമ്മൾ വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ പഠിക്കണം, പല കാര്യങ്ങൾ പഠിക്കണം. പഠനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാത്സ് പഠിച്ചാൽ ഒരു തരം ഭാഗം മാത്രമേ ബ്രെയിനിൻ്റെ ആക്ച്വലി ഇമ്പ്രൂവ് ആവുന്നുള്ളൂ. പക്ഷേ ആളുകളെ പെരുമാറ്റം, ആളുകളെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി നമ്മുടെ ഇമോഷണൽ പാർട്ട് കൂടി ഡെവലപ്പ് ആകാൻ തുടങ്ങും. ബ്രെയിൻ ഒരുപാടധികം പാർട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് പറയാനാണെങ്കിൽ ഒരുപാടധികം ഇൻ്റലിജൻസ് ഉണ്ട്. സോ ഒക്കെ പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. പക്ഷേ അങ്ങനത്തെ ആ ഒരു ഇൻ്റലിജൻസ് ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബുക്ക് എടുത്ത് വായിക്കുക. അതുപോലെ തന്നെ നമ്മൾ ChatGPT ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നമ്മൾ കോണ്ടൻറ്റ്സ് വെബ്സൈറ്റിൽ നിന്ന് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ക്യൂരിയോസ് ഉള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ വിശകലനം ചെയ്യുക, റിസർച്ച് ചെയ്യുക. അങ്ങനെ പല രീതിയിൽ പഠിക്കാം. ഈ പഠനം നമ്മൾ പക്ഷേ നമ്മളൊരിക്കലും ബുക്കിൽ നിന്ന് മാത്രം പഠിക്കാൻ നിൽക്കരുത്. എനിക്ക് പറയാനുള്ളത് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ChatGPTയിൽ നിന്നോ ഒന്നുമല്ല. നിങ്ങൾ ആക്ച്വലി വേറൊരു കാര്യം കൂടിയുണ്ട്. മോസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് തിങ്, ആരും അധികം ചെയ്യാത്ത, ലൈഫിൽ മോസ്റ്റ് ഓഫ് ആൾക്കാരും ചെയ്യാത്ത കാര്യം, പഠിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. നിങ്ങൾ എത്ര പഠിച്ച് നിങ്ങളുടെ മൈൻഡ് വല്ല ഫുള്ളാക്കി കൊട്ടക്കണക്കിന് കാര്യങ്ങൾ നിറച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ആ ഒരു പഠിച്ച കാര്യങ്ങൾ യൂസ് ചെയ്യണം നിങ്ങളുടെ റിയൽ ലൈഫിൽ. അപ്പോൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കണം, ഞാൻ ഇങ്ങനെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ ആക്ച്വലി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ, ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലിസണർ ആവണം, കേൾക്കുന്ന വ്യക്തിയാവണം. നമ്മൾ അറിവ് കേൾക്കുന്ന സമയത്ത്, ഇതിപ്പോൾ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര സിമ്പിളല്ല. നമ്മളവിടെ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ലിസണർ ആവുന്നതാണ് അത്ര സിമ്പിളൊന്നുമല്ല. അപ്പോൾ നമ്മൾ ലൈഫിൽ ഇപ്പോൾ വിചാരിക്കും, ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഒരു പാർട്ട് ടൈം ജോലിയുടെ ഇത്ര പൈസ ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊന്ന് പറയാൻ സിമ്പിളായിരിക്കും, ബട്ട് ഡു ഇറ്റ്. ചെയ്ത് നോക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ചെയ്താലേ ആക്ച്വലി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു തിയറി മാത്രം പഠിച്ചതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഡു ഇറ്റ് ഇൻ ദ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യും. അത് എക്സ്പീരിയൻസിൽ നമുക്ക് പ്രാവീണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഒരു ബിസിനസ് മാൻ ആവാൻ പറ്റത്തുള്ളൂ. അല്ലാതെ തിയറി ക്ലാസ്സുകളൊന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ ബുക്ക് ഒരുപാട് വായിച്ചുകൊണ്ട് ബിസിനസ് മാൻ ആവില്ല. നമ്മൾ അല്ലെങ്കിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതായത് നമുക്ക് അനുഭവം ഉണ്ടായാലും ഉള്ളൂ. പഠിക്കേണ്ടത് ഒരിക്കലും നമ്മുടെ ഒരു ഭാഗത്തുനിന്നല്ല. ഇപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ബുക്കുകളിൽ നിന്ന് പഠിക്കുക, ChatGPTയിൽ നിന്ന് പഠിക്കുക, വെബ്സൈറ്റുകളിൽ നിന്ന് പഠിക്കുക, യൂട്യൂബിൽ നിന്ന് പഠിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആളുകൾ പറയുന്നത് കേൾക്കുക. അതായത് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ അനുഭവങ്ങൾ പറയാനുണ്ടാവും, അവർ ജീവിച്ചു വന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് പുതിയ നമുക്ക് അവിടെ നമ്മുടെ സഹാനുഭൂതി വർദ്ധിക്കും. അതുപോലെ നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരിക ബുദ്ധി വർദ്ധിക്കും. അതുപോലെ അവരുടെ ലൈഫിൽ നിന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും, ലോകം അത്യാവശ്യം ഇങ്ങനെയാണ്. നമുക്ക് പലതരം കാഴ്ചപ്പാടുകൾ കിട്ടും, പലതരം ഐഡിയാസ് കിട്ടും പല കാര്യം കേൾക്കുന്ന സമയത്ത്. അപ്പോൾ ഒരാൾ കേൾക്കുന്നത് എന്ത് ചെയ്യും, നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഒരു തരത്തിൽ നമ്മൾ പഠിക്കുക തന്നെയാണ്. അപ്പോൾ ഒരാളെ നമ്മൾ കേൾക്കുക, അയാൾക്ക് പറയാനുള്ളത് നമ്മൾ വ്യക്തതയോടെ കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് തലയാട്ടി അയാൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാൾ പറയുന്നതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആളുകളുമായിട്ട് ഒരുപാട് സംസാരിച്ച് ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അതൊരു പഠന രീതിയാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ബുക്കുകളിൽ നിന്ന് വായിക്കുക, വെബ്സൈറ്റുകളിൽ നിന്ന്. ഞാനത് പറഞ്ഞല്ലോ ഓൾറെഡി, സോറി. ഇത് രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ആൾക്കാരിൽ നിന്നും എന്ത് ചെയ്യുക. അതിൻ്റെ ഒരു ബ്രെയിനിൻ്റെ ഓർമ്മ പെട്ടെന്ന് പോയതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആളുകളോട് ഒരുപാട് സംസാരിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യിക്കുക. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ മറ്റേ കാര്യം, അതായത് ChatGPT അങ്ങനത്തെ പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നോളജ് എടുക്കുന്നത് ഒന്നാമത്തെ കാര്യം. അതായത് ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് റീഡ് ചെയ്തിട്ടും ലിസൺ ചെയ്തിട്ടൊക്കെ കേൾക്കുന്നത്, അതായത് ChatGPT ഓൺലൈനായിട്ട് പഠിക്കുന്നതിന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളിൽ നിന്നും അവരുടെ അനുഭവങ്ങൾ പറയുന്നത് കേൾക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് കേട്ടുകൊണ്ട് പഠിക്കുന്നത്, അത് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് പറഞ്ഞാൽ
അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാം. അതായത് നിങ്ങളുടെ അനുഭവങ്ങൾ, അതാണ് ഏറ്റവും ഈ 2 കാര്യങ്ങളനുസരിച്ച് നിങ്ങളൊരു ബുക്കിൽ നിന്ന് വായിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളൊരാൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാളും ഏറ്റവും എഫക്റ്റീവും നിങ്ങളെ മാറ്റാൻ പോകുന്നതും നിങ്ങളുടെ അനുഭവങ്ങൾ പഠിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി കൂടുതൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കുക. നല്ല അനുഭവങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, കുറച്ച് ഹാർഡായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങളത് കൂടുതൽ സ്ട്രോങ് ആക്കും, നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കുകയുള്ളൂ. നിങ്ങൾ ആക്ച്വലി കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് പോകണം. നിങ്ങൾക്ക് കംഫർട്ട് സോൺ ഉണ്ടാകും. ആക്ച്വലി എനിക്കൊരു കരാട്ടെ ക്ലാസ്സിന് പോകണം, ഇത് ജസ്റ്റ് എക്സാമ്പിൾ ആട്ടോ, പക്ഷേ എനിക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ ആക്ച്വലി ഞാൻ അവിടെ പോകുകയാണെങ്കിൽ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കരാട്ടയിൽ അത്ര കഴിവില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് എക്സ്ക്യൂസസ് നമ്മൾ പറയും. പക്ഷേ നമ്മൾ ആക്ച്വലി കരാട്ടെ ക്ലാസ്സിന് പോയി തുടങ്ങി കഴിഞ്ഞാൽ ഇത് സില്ലി മാറ്ററാണ്, പക്ഷേ ഞാൻ പറയുമ്പോൾ ഇത് വലിയതായിട്ട് പറയുകയാണ്. പക്ഷേ നമ്മളങ്ങനെ കരാട്ടെ ക്ലാസ്സിന് പോയിട്ട് നമ്മളവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റും അവിടുത്തെ ആളുകൾ എന്നോട് എങ്ങനെ പെരുമാറി, ഇതിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് കരാട്ടയിൽ അങ്ങനെ ഓരോ എങ്ങനത്തെ കിക്കാ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടത്. അതായത് അനുഭവത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. ജീവിതത്തെക്കാൾ വലിയ വിദ്യാലയവുമല്ല, അനുഭവങ്ങളെക്കാൾ വലിയ പാഠങ്ങളുമില്ല. ഇതൊരു വാക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ ChatGPT, വെബ്സൈറ്റ്, അതുപോലെ തന്നെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, അങ്ങനത്തെ പല പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വേണ്ട നോളേജുകൾ കേട്ട് അതൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ, ആളുകൾ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുക, അവരുടെ അനുഭവങ്ങൾ, അവരുടെ വികാരങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുക. നിങ്ങൾ ഒരുപാട് അതിന് പഠിക്കാനുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാടധികം വിശകലനം ചെയ്തിട്ടും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇപ്പോൾ 3 പഠന രീതിയുണ്ട്. ഇനി ബാക്കി 2 കാര്യങ്ങളുണ്ട്, വിനോദവും വിശ്രമവും. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. സോ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു.